വെൽക്കം ടു ക്രസൻസ് പാർക്ക് ലുസൈൽ. അപ്പോൾ ഇത് നമ്മുടെ വ്ളോഗ് തുടങ്ങിയിരിക്കുന്നത് ക്രസൻറ്റ് പാർക്കിൽ നിന്നാണ്, ലുസൈലിലുള്ള ക്രസൻറ്റ് പാർക്ക്. എങ്ങനെയുണ്ട് ഗൈസ് എൻ്റെ പുതിയ ഹെയർ സ്റ്റൈൽ? ഞാൻ ഇന്ന് പോയി വെട്ടിയ മുടിയാണ്. ഇതിൻ്റെ വ്ളോഗ്സ് പുറകെ വരുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ ഇന്ന് ആദ്യത്തെ പോകേണ്ട വ്ളോഗ് മിക്കവാറും ഇതായിരിക്കും. ഏതാണെന്ന് എനിക്കറിയത്തില്ല, മോസ്റ്റ് പ്രോബ്ലി ഇതായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പാർക്കിങ്ങിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല ഗൈസ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ദേ ഹാവ് എ ഹ്യൂജ് പാർക്കിംഗ് ഔട്ട് ഹിയർ. പിന്നെ ഇവിടെ എത്താനായിട്ട് ദർ ആർ മൾട്ടിപ്പിൾ റൂട്ട്സ്, ലൈക്ക് യു ക്യാൻ ഗെറ്റ് എ മെട്രോ or a taxi, or you can ride by yourself. So once you're in the park, like you can just walk in, you can use their facility for multiple purpose. Even they do have a huge basketball court. When we were there, avade ottare kalikkunnundarunnu guys. The basketball court is really huge. Appo ninga karkelum thalparyam undengil you can get your ball and come and play here. No issues at all. പിന്നെ അകത്തോട്ട് കയറി കഴിയുമ്പോഴത്തേക്കും ദേ ഡു ഹാവ് സോ മെനി സ്മോൾ വാക്ക്വേസ്. അപ്പം രണ്ട് സൈഡ് ഓഫ് ദ വാക്ക്വേസ് ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് അമേസിങ് ഗൈസ്, ലൈക്ക് സോ ബ്യൂട്ടിഫുൾ, സോ കാം, സോ പ്ലസൻറ്റ്. ബേർഡ്സിൻ്റെ സൗണ്ടും എല്ലാം അടിപൊളിയാണ് ഗൈസ്. ഓ മൈ ഗോഡ്, സീ ദിസ് ഗൈസ്. വെയിറ്റ്, എന്ത് ബ്യൂട്ടിഫുൾ വ്യൂ ആണെന്ന് നോക്കുക ഗൈസ്. എന്ത് സ്പേഷ്യസ് ആണെന്ന് അറിയാമോ? കുറേ ഫാമിലീസ് ഒക്കെ അവിടെ ക്യാമ്പിങ് ചെയ്യുന്നുണ്ട്. ഈനിക്കുട്ടി, ലെറ്റ്സ് റൺ. ഹേ ഗൈസ്, തലയും കുത്തി വീഴരുത്. യു ഗൈസ്, ഇനു ചേച്ചി അത് പിടിച്ച. എന്താണ് എൻ്റെ വ്ളോഗ് എടുത്താലൊന്ന് കണ്ടിരുന്നാലൊരു പ്രശ്നം? ഒരു ഷോട്ടല്ലേ ഞാൻ ചോദിക്കുന്നുള്ളൂ. ആ പോകുന്നതാണ് ഗൈസ് എൻ്റെ അമ്മ. ഇതാണ് ജിഷ ചേച്ചി, എൻ്റെ ഈനുക്കുട്ടി. ജിഷ ചേച്ചി ഈനുവിൻ്റെ ഓൾ ഇൻ ഓൾ ആണ് കേട്ടോ. അദ്ദേഹത്തെ പിന്നെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ, എൻ്റെ വൺ ആൻഡ് ഓൺലി സിസ്റ്റർ. ആള് പിന്നെ എന്തിനും കോപ്പറേറ്റീവ് ആണ്. എൻ്റെ കൂട്ടത്തിൽ എന്ത് തോന്നിവാസത്തിലും കൂടെ നിൽക്കുന്ന ഒരാളാണത്. അപ്പോൾ കമ്മിങ് ബാക്ക് ടു നമ്മുടെ പൊളി ക്രസൻറ്റ് പാർക്ക്. ഇത് കാണുമ്പോൾ ഗൈസ് നിങ്ങൾ വിചാരിക്കും ഈ കൊച്ചിനെ എപ്പോഴും ഇങ്ങനെ കാണിക്കുന്നതെന്ന്. ഇറ്റ്സ് നത്തിങ് ഗൈസ്. എനിക്ക് എന്നെ തന്നെ ഭയങ്കര ഇഷ്ടമാണ്. സംടൈംസ് ഓൾ വി നീഡ് ഈസ് ക്വൈറ്റ് വാക്ക്, എ ബ്രീത്ത് ഓഫ് ഫ്രഷ് എയർ, ഒരിടത്ത് ഇത്തിരി ഗ്രീനറി, ഒപ്പം നമ്മുടെ തന്നെ തോട്ട്സ്, ടു റിമൈൻഡ് അവർ സെൽഫ് ദാറ്റ് വി ഡോണ്ട് നീഡ് ടു ബി മോർ, do more or prove anything. Self-love isn't selfish, you guys. It's just survival. എനിക്ക് എന്നെ തന്നെ ഒത്തിരി ഇഷ്ടമാണ് ഗൈസ്. ഒരു കാര്യം കൂടെ, if you cannot love yourself, you cannot love others. Right in the middle of the park, അവിടെ വളരെ calm ആയ ഒരു സ്പോട്ട് ഉണ്ട് ഗൈസ്, the water fountain. It's like the heart of the Crescent Park, gently flowing, reminding us to slow down. That sound of the water, soothing and peaceful. എല്ലാവർക്കും ഒരു പോസ് ആവശ്യമുണ്ട് ഗൈസ് ഈ ജീവിതത്തിൽ. This is the perfect pose. Kids were playing nearby, adults were sitting and watching it. Honestly, I could stay here for hours and hours. Mama കൂട്ടില്ലേ എന്നോട്? നമ്മുടെ മക്കളുടെ കൂട്ടത്തിൽ കൂടുമ്പോഴല്ലേ ഗൈസ് നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കണം നമ്മുടെ കുട്ടിക്കാലം പുറത്തോട്ട് വരുന്നത്. ഞാൻ എപ്പോഴും ഈ കുട്ടിയുടെ കൂട്ടത്തിൽ പോകുമ്പം എൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആ കുട്ടി പുറത്ത് വരും എപ്പോഴും. ഈ സൈസായെന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങളൊന്നും വിചാരിക്കരുത്. It's always happening with all the mothers, you know. When they are with their kids, they become the kid too. എന്നിട്ട് നമുക്ക് അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന, അവർക്ക് ഹാപ്പിനെസ് കൊടുക്കാൻ പറ്റുന്ന എന്ത് കാര്യമാണെങ്കിലും ചെയ്തു കൊടുക്കാനായിട്ട് നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അതുപോലെ നമ്മൾ നമ്മുടെ കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യണം എപ്പോഴും. ഞാൻ ഈ കുട്ടീനെ എപ്പോഴും എല്ലാ കാര്യത്തിനും മോട്ടിവേറ്റ് ചെയ്യാറുണ്ട്. അവനെ ഞാൻ ഒന്നിനും സ്റ്റോപ്പ് ചെയ്യാറില്ല. ചെയ്യേണ്ട കാര്യത്തിനും സ്റ്റോപ്പ് ചെയ്യാറുണ്ട്. അതല്ലാണ്ട് അവൻ്റെ ആക്ടിവിറ്റീസിലും അല്ലെങ്കിൽ അവന് ആവശ്യമുള്ള കാര്യങ്ങളോ ഒന്നും ഞാൻ ഒരിക്കലും ഒരു നോ പറയാറില്ല. ഇപ്പം വേണമെങ്കിൽ എനിക്ക് താഴെ ഇറങ്ങി വന്ന് അവനെ എടുത്ത് മേടിക്കെറ്റാറുണ്ട്. ബട്ട് I was just giving him a chance to try. And he is a good, brilliant boy that he uses his energy level and he uses his effort to come up. Disha is always a savior for Inu all the time. പുള്ളിക്കാരി ഇപ്പോൾ വന്നിരിക്കുന്നത് ഇനുവിനെ മേളിൽ കയറ്റാണ്. ബട്ട് I didn't allow her to. കാരണം നമ്മൾ അവർക്ക് ഒരു പ്രാവശ്യം അവരോട് പറയുകയാണ് ഞാൻ നിനക്ക് വേണ്ടി ചെയ്തു തരാൻ ആളുണ്ടെന്ന് മനസ്സിലാക്കുമ്പോൾ അവരുടെ തന്നെ ട്രൈ ചെയ്യാനുള്ള കേപ്പബിലിറ്റി ആൻഡ് കപ്പാസിറ്റി അവർ ലൂസ് ചെയ്യുവാണ്. So I never ask her to help him or do anything for him. ഞാൻ ഇല്ലാത്തപ്പം അവർ രണ്ടുപേരും കൂടെ നല്ല ഉടായ്പാണെന്ന് എനിക്കറിയാം. But when I'm there around, I want him to do his task and his chores alone by himself. And he is a capable child. Okay.
say guys. Inu say guys. To all the young parents out there, അമ്മമാരായാലും അമ്മമാരാകാൻ പോകുന്നവർക്കും ഉള്ള ചെറിയൊരു അഡ്വൈസാണിത്. ഇത് ഞങ്ങളുടെ സിമ്പിളായിട്ടുള്ളൊരു പാർക്ക് വിസിറ്റ് ആയിരുന്നു. ബട്ട് ഫോർ ഹിം ഇറ്റ്സ് എ വേൾഡ് ഓഫ് ലേണിംഗ്, ഗ്രോത്ത് ആൻഡ് ഫ്രീഡം. ലെറ്റ് ദം ക്ലൈംബ്, ലെറ്റ് ദം എക്സ്പ്ലോർ, ലെറ്റ് ദം ഫോൾ ആൻഡ് റൈസ് അഗെയിൻ സ്ട്രോങ്ങർ. ചെറിയ കാര്യങ്ങളിലാണ് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുന്നത്. We don't need to be a perfect parents. Just present ones, full of love, patience and belief in them. Because at the end of the day, നമ്മുടെ മോട്ടിവേഷൻ ആണ് അവർക്ക് വിങ്സ് ആകുന്നത്. അവരെടുക്കുന്ന ഓരോ ചെറിയ ചെറിയ സ്റ്റെപ്സും അവിടെ നിന്നാണ് ഫ്യൂച്ചർ ഡ്രീംസ് ഗ്രോ ചെയ്യുന്നത്. ആസ് എ പേരൻറ് സംടൈംസ് വി വിൽ ബി വറീഡ് ടു മച്ച്. ഈസ് ഇറ്റ് ടു സ്മോൾ ഫോർ ദിസ്? ഇസ് ഇറ്റ് സേഫ്? ബട്ട് റിമെമ്പർ, നമ്മൾ കൊടുക്കുന്ന ആ ഫ്രീഡം, അവർക്ക് എടുക്കാൻ പറ്റുന്ന ചെറിയ റിസ്ക്, എ ലിറ്റിൽ മഡ്, that's where real learning happens. Don't compare, don't pressure. ഒരു പെർഫെക്റ്റ് ചൈൽഡ്ഹുഡ് സൃഷ്ടിക്കാൻ വേണ്ട പാരൻസ് പെർഫെക്റ്റ് ആകണ്ട. ജസ്റ്റ് ലവിങ് ആൻഡ് പേഷ്യൻറ്റ് വൺസ്. അത് മാത്രമാണ് അവർ ആഗ്രഹിക്കുന്നത്. എവറി പാർക്ക് വിസിറ്റ്, എവറി മെസ്സി മൊമെൻറ്റ്, ഇത് എല്ലാവരും മെമ്മറി ആക്കണം. ആൻഡ് വൺ ഡേ ദേ വിൽ താങ്ക് യു. താങ്ക് യു അമ്മ, താങ്ക് യു അപ്പ ഫോർ ഗിവിങ് മീ ദാറ്റ് ഫ്രീഡം, ഫോർ ബീയിങ് വിത്ത് മീ ഓൾ ദ സ്മോൾ തിങ്സ് ദാറ്റ് ഐ ഡിഡ്, for giving me the full support that I deserve. ആ ഒരു ചെറിയ സമയത്ത് നിങ്ങൾ വിചാരിക്കും, അന്ന് ഞാൻ കൊടുത്ത എൻ്റെ കുഞ്ഞിൻ്റെ ആ സമയം, ഞാൻ അവന് വേണ്ടി കണ്ടെത്തിയ ആ മൊമെൻറ്റ്, ദാറ്റ് വാസ് സോ പ്രഷ്യസ് ആൻഡ് ഇറ്റ് വാസ് സോ വാല്യുബിൾ ഇൻ ഹിസ് ലൈഫ്. അതുപോലെ തന്നെ അവർ വീണോട്ടെ എന്നല്ലോ ഓർക്കുന്നത്. അവൻ എന്നെ എപ്പോൾ ആവശ്യമുണ്ടോ, whenever he needs me around him, I'll be there. അവനിത് ഇപ്പോൾ ഇറങ്ങാനായിട്ട് ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ട്. സോ ഇറ്റ്സ് മൈ റെസ്പോൺസിബിലിറ്റി ടു ടേക്ക് ഹിം ഡൗൺ ദെയർ. അപ്പോൾ ഞാൻ അവനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സീനാണ് ഗൈസ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഐ ഫീൽ ലൈക്ക് ഐ ഗോട്ട് ടു ലിറ്റിൽ ഇമോഷണൽ. അത് ഈ നമ്മുടെ മക്കളുടെ കാര്യം വരുമ്പോഴത്തേക്കും നമ്മളെപ്പോഴും അങ്ങനെ ആയി പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഐ ഹാവ് സീൻ മൈ ഡാഡ് ആൻഡ് മൈ മോം. ഞങ്ങളുടെ കാര്യം വരുമ്പം ദേ ഗെറ്റ് ടു വേ ഇമോഷണൽ. അതേ ഒരു ഫേസിൽ കൂടെയാണ് ഇപ്പോൾ നമ്മളെല്ലാവരും ആസ് എ പേരൻസ് ആസ് വി ആർ ഗോയിങ് ത്രൂ. എനിവേസ്, ലെറ്റ്സ് മൂവ് ഫോർവേഡ്. അപ്പോൾ ഗൈസ്, മൂഡൊക്കെ ഒന്ന് ഷിഫ്റ്റ് ആകട്ടെ. ഇനി കുട്ടിക്ക് മേളിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി ബുദ്ധിമുട്ടായിരുന്നു. സോ ഐം ജസ്റ്റ് ട്രൈങ് ടു പുൾ ഹിം ഡൗൺ. എനിക്ക് പാടായിരുന്നു, പക്ഷേ വി മാനേജ് ടു കം ഡൗൺ. ഓരോ സമയത്തും നമ്മുടെ ആ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞുങ്ങളുണ്ടല്ലോ, അത് പുറത്ത് വരുമെന്ന് പറയുന്നത് വളരെ സത്യമാണ്. അവനേക്കാളും കൂടുതൽ ആ ക്ലൈംബ് ചെയ്യാനും അവിടുന്ന് താഴെ അവനെ ഇറക്കാനും എല്ലാം ഒത്തിരി സന്തോഷിച്ചത് ഞാൻ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ കുഞ്ഞിനെ പുറത്തെടുക്കാനായിട്ട് ഈ ഒരു പാർക്ക് വിസിറ്റ് ശരിക്കും എന്നെ സഹായിച്ചിട്ടുണ്ട്. സോ നമുക്ക് ആളുടെ കൂട്ടത്തിലൊന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. ഹീ ഈസ് എ അമേസിങ് എക്സ്പ്ലോറർ ഗൈസ്. നമുക്കൊക്കെ പോകാൻ പേടിയുള്ള സ്ഥലത്തും അവന് പോകാനായിട്ട് യാതൊരു പേടിയില്ല. Where do you want to go? Where? Come baby, let's go. Come. ഓ ബാ, നമുക്ക് ഇവിടെ വേണ്ട, നമുക്ക് വേറെ സ്ഥലമുണ്ട്. ബാ, ജമ്പ്. ഓക്കെ, 1 2 3 ജമ്പ്. Come, there is another place. Now this, I didn't expect right in the middle of the Crescent Park there is a fort-like spot. ഒരാൾക്ക് പോലും തോന്നില്ല ഒരു മിനി കഥ ഫോർട്ട് or a വ്യൂ പോലെയാണത്. We climbed to the top and wow, the view from up there. Complete Lusail on one side, greenery below and calm skies above me. For a second I felt like the kid again, pretending I ruled the world from the castle tower.
Sometimes small surprises like these makes places unforgettable, just like life. I came through Beauty this way. hides in the middle Come if you through this take way. time to explore it. I was trying to call Yuvan from there. അവൻ അപ്പോഴത്തേക്ക് മേളിൽ വരണം. ഓ യാ, അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ പോകുന്നത് അത്രയ്ക്ക് നല്ല ഐഡിയ ആണെന്ന് ഞാൻ പറയുന്നില്ല. ബിക്കോസ് വെൻ വി വെൻ ദർ റിനോവേഷൻസ് നടക്കുമായിരുന്നു ആൻഡ് ദ സെക്യൂരിറ്റീസ് ഔട്ട് ദർ ടോൾ ലൈക്ക് കുറച്ച് ദിവസം കൂടെ എടുക്കും അതൊന്ന് റിനോവേറ്റ് ആയിട്ട് കംപ്ലീറ്റ് വരാനായിട്ട്. സോ വി കുഡൻ യൂസ് ദിസ് പാർക്ക് ആക്സസറീസ്. അപ്പം അതെല്ലാം ലോക്ക്ഡ് ആയിരുന്നു ഫോർ മെയിൻ്റനൻസ് പർപ്പസ്. അപ്പം ഇനുക്കുട്ടനുള്ളതെല്ലാം വെച്ചിട്ട് അവൻ അവിടെ എൻജോയ് ചെയ്യാനായിട്ട് ശ്രമിച്ചു. But as you know, overprotective Shah is always there to come behind him. ആ ഫോർട്ടിൽ അത് മാത്രമല്ല, റോപ്പ് വേസ് ഉണ്ട്, പിന്നെ മൗണ്ടൻ ക്ലൈംബിംഗ് ഉണ്ട്, അങ്ങനെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. ആൻഡ് ഇറ്റ്സ് ബിൽറ്റ് ഇൻ എ ഷേപ്പ് ഓഫ് എ ഷിപ്പ്. പക്ഷേ കുറേ ആക്ടിവിറ്റീസൊക്കെ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ മെയിൻ്റനൻസ് നടക്കുന്നതുകൊണ്ട് ദേ ഹാവ് സ്റ്റോപ്ഡ്. പക്ഷേ ഈ മേളിൽ നിന്ന് ഈ പിക്ചറിൽ എന്തുമാത്രം ഞാൻ കൺവേ ചെയ്തോ ഇല്ല എനിക്കറിയില്ല. പക്ഷെ ദ വ്യൂ ഫ്രം ദ ടോപ്പ് വാസ് ജസ്റ്റ് അമേസിങ്. ഈ ടവേഴ്സ് കണ്ടോ ഗൈസ്? ദിസ് ഈസ് വൺ ഓഫ് ദ ഫേമസ് ടവേഴ്സ് ഇൻ ലുസൈൽ. No. ഇതാണ് ഗൈസ് ഈ പാർക്കിൻ്റെ ഒരു ഫുൾ മാപ്പ് എന്ന് പറയുന്നത്. ഇഫ് യു ക്യാൻ സൂം ഇൻ, ഐ എം നോട്ട് ഷുവർ വെദർ യു ഗൈസ് ക്യാൻ വ്യൂ ഇറ്റ്. എനിഹൗ പറ്റുമെങ്കിൽ ഒന്ന് സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എൻ ഐഡിയ വാട്ട് ഈസ് ഹാപ്പനിങ്. ഫിഷ്? നോ. വെള്ളം കുച്ചില്ല. വെള്ളം ഇല്ല. നോ നോ. മന്നം വെള്ളം. Run, Ina, run! Run, Ina, run! Go, Ina, go! Go, Ina! Go, 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 go! Go, go, go! Go, Ina! Go, Yuvan! Kick! Kick, Yuvan! Yuvan, kick! Kick the ball! Kick! No, no, don't pick up. Kick! Kick! Da, da, da! മുള്ളാണേ. അങ്ങനെ നമ്മുടെ പാർക്ക് ജേർണി ഇവിടെ എൻഡ് ചെയ്യുവാണ് ഗൈസ്. നല്ലൊരു അടിപൊളി വിസിറ്റായിരുന്നു ആ പാർക്ക്. അപ്പം നമ്മൾ ലാസ്റ്റിലോട്ട് ഇത്രയും നടക്കാൻ പറ്റാത്തത് കൊണ്ട് ഒരു ബഗ്ഗി റൈഡൊക്കെ എടുത്ത് ഞങ്ങൾ തിരിച്ച് നമ്മുടെ കാറിൻ്റെ അടുത്തോട്ട് പോവുകയാണ്. ഈനുകുട്ടിക്ക് ഈ റൈഡാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് എനിക്ക് തോന്നി. ഹി വാസ് സോ എക്സൈറ്റഡ് ആൻഡ് ഹി വാസ് കോളിങ് മീ ഔട്ട് ഓൾ ദ ടൈം. ഓ മൈ ഗോഡ്, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഗൈസ്. ഇതൊന്ന് കാണൂ ഗൈസ്, അവിടെ ഉണ്ടാക്കി വെച്ചിരുന്ന ഒരു ഇതാണ് ഖത്തർ 2025. ഐ ലവ് അവർ ഖത്തർ ഗൈസ്. എന്ത് ഭംഗിയാണ്. ചെറിയൊരു രാജ്യമാണെങ്കിലും നമ്മുടെ ഖത്തർ കാണാൻ വളരെ ബ്യൂട്ടിഫുള്ളാണ്. ഓരോ നിമിഷവും ഇവിടെ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് ഒത്തിരി ഇഷ്ടമാണ് ഗൈസ്.
അങ്ങനെ ഫൈനലി നമ്മുടെ ടീ ടൈമിൽ കയറി ഒരു ചായയൊക്കെ കുടിച്ചു. എൻ്റെ ഫ്രണ്ടിനെയും ഹസ്ബൻഡിനെയും കുഞ്ഞിനെയൊക്കെ കണ്ടു. അവർക്ക് കൊടുക്കാനുള്ള കുറച്ച് സാധനങ്ങൾ ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ, അതൊക്കെ കൊടുത്തു ഗൈസ്. അപ്പൊ ഓക്കെ ഗൈസ്, ഇന്നത്തെ നമ്മുടെ ക്രസന്റ് പാർക്ക് വീഡിയോ കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നിടം വരെ മസലാമ.